സാലഡ് കഴിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ. ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സാലഡുകളും കാണും. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സാലഡ് പരിചയപ്പെട്ടാലോ? കാഷ്യൂ കൊണ്ടാണ് നമ്മൾ ഈ ഒരു സാലഡ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാലഡ് നമുക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നു ചന്ദ്രിക. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ: 1 കപ്പ് കശുവണ്ടി, 1 കപ്പ് അരിഞ്ഞ മല്ലിയില, 1 ചെറിയ കപ്പ് തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗ്രൗണ്ട് നട്ട്സ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, 8-10 കറിവേപ്പില, എണ്ണ, 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 നുള്ളു കായം. ഇത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 നുള്ളു കായം ഇട്ട് ചൂടാക്കി എടുക്കാം. ഇത് ചെറുതായി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകും ജീരകവും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് നട്ട്സും അതുപോലെ ഉഴുന്നുപരിപ്പും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറച്ചു നേരം ഇതൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ചൊന്ന് ഇത് വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് ഇത് മാറ്റാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിൽ എടുത്തു വച്ചിരിക്കുന്ന കശുവണ്ടി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള കൂട്ടും ചേർത്ത് കൊടുക്കുക. അവസാനം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാ ചേരുവകളും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അവസാനം ഏറ്റവും മുകളിലായിട്ട് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കശുവണ്ടി സാലഡ് അഥവാ കശുവണ്ടി കൊസംബരി തയ്യാറാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണുള്ളത്. അപ്പോൾ ഇത് വീട്ടിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.